അയ്യോ എന്റെ ലോറി! ലോറി നിർത്താൻ! സാർ, ഇതെങ്ങനെയായി ലോറി അകത്ത് വന്നേ? അറിയില്ല സാർ. രാവിലെ മുതൽ ലോറി ഇവിടെയുണ്ട്. എന്താ നായ ഇങ്ങനെ കുറയ്ക്കുന്നത്? എല്ലാ നായ അഴിച്ചുവിടാൻ പറ. സാർ, 3 ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. ഡെഡ് ബോഡിയോ? മൂന്ന് പേരെ കൊല ചെയ്തിട്ട് ഡെഡ് ബോഡി കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ ഇട്ടിട്ട് പോയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? ഈ കൊലപാതകം ചെയ്തവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതാണ്. അവൻ കൊന്നത് നമ്മുടെ ആൾക്കാരെയാ. പോലീസിന്റെ കയ്യിൽ അവനെ കിട്ടുന്നതിന് മുമ്പ് അവനെ നമ്മുടെ കയ്യിൽ കിട്ടണം. ചേട്ടാ, ഇയാളാ ഇവിടെ നൈറ്റ് ഡ്യൂട്ടി നോക്കിയത്. ഇയാൾ അവനെ കണ്ടുവെന്നാ പറയുന്നത്. വന്നവൻ ആരാന്ന് പറയടാ. അവനെ കുഴിച്ച് മൂടും ഞാൻ. വന്നത് ശ്രീരാമനാ. രാമനാ കൊന്നിട്ട് പോയിരിക്കുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. തീർച്ചയായിട്ടും അത് ശ്രീരാമനാ. ശ്രീരാമൻ? ആരാണോ ഈ ആ സമയത്ത്? ആരാണത്?
ഈശ്വരൻ. ഞാൻ ഈശ്വരൻ. കമ്മീഷണർ ഓഫീസിന്റെ അകത്ത് ഒരു സാധാരണക്കാരന് കയറാൻ പ്രയാസമാണ്. ലോറി കൊണ്ടുപോയി 3 പേരെയും കൊന്നിട്ട് ആ 3 ബോഡിയും കമ്മീഷണർ ഓഫീസിന്റെ മുമ്പിലിട്ടിട്ട് പോയി. സാർ, കൊല ചെയ്ത ആളുകളെ നോക്കുമ്പോൾ എല്ലാം റൗഡികളാ. ഇങ്ങനൊരു കൊല ഞങ്ങളാ ചെയ്തെന്ന് ഇതുവരെ ആരും സമ്മതിച്ചിട്ടില്ല. ഒരു കോടതിയിലും സ്റ്റേഷനിലും ഇതുവരെ ആരും സമ്മതിച്ചിട്ടുമില്ല. ഈ മരിച്ചവരെയെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. ഒരു റൗഡിയെ കൊല ചെയ്യുന്നവൻ തീർച്ചയായും മറ്റൊരു റൗഡിയായിരിക്കും. റൗഡിയെ കൊന്നവൻ മറ്റൊരു റൗഡിയായിരുന്നെങ്കിൽ അവൻ ബോഡി കടലിലോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാകാത്ത സ്ഥലത്തോ കുഴിച്ചു മൂടിയിട്ടുണ്ടാകും. എന്നാൽ അവനങ്ങനെ ചെയ്തില്ലല്ലോ. തന്നെയുമല്ല, ശ്രീരാമന്റെ വേഷത്തിലാണ് വന്ന് കൊന്നിട്ട് പോയിരിക്കുന്നത്. ഇത് ചെയ്തത് ഒരു സാധാരണ മനുഷ്യനാ. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഒറ്റയാ. കരഞ്ഞിട്ട് കാര്യമില്ല. ഒരു 200 രൂപ എന്നെ ഏൽപ്പിച്ചിട്ട് ബോഡി എടുത്തോണ്ട് പോയിക്കോ. ഇനിയും ചേച്ചിയുടെ ഭർത്താവ് കൊടുക്കണ്ടെന്നൊന്നും പറയില്ലല്ലോ. കാശ് എന്നിട്ട് അയാളെ കൊണ്ടുപോയിക്കോ. കാശില്ല. മോർച്ചറിക്കകത്തെ 1 സെക്കൻഡ് നിന്ന് നോക്ക, അന്നേരം അറിയാം വിവരം. 2 ദിവസം കഴിഞ്ഞാൽ പൈസ തരാം. ഇത് കൊള്ളാമല്ലോ. അസ്ഥി എരിഞ്ഞ് ചാമ്പലായാൽ നിന്റെ കെട്ടിയവനെ പോലും നീ മറന്നു പോകും. പിന്നെ എന്നെ ഓർക്കുന്നു. ചെല്ലേ പോകാൻ പറഞ്ഞില്ലേ? നീ വേഗം ചെന്ന് കാശ് കൊണ്ടുപോവാ. പോകാനാ പറഞ്ഞ പറഞ്ഞാ മനസ്സിലാവില്ലേ? 200 രൂപ തന്നിട്ട് ബോഡി എടുത്തോണ്ട് പോകാന്നോ? പോകാൻ. അയ്യോ, എല്ലാവരും എന്നെ വിട്ടുപോയി. കരയാതെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ബോഡി കാണിച്ചാൽ അടയാളം പറയോ നിങ്ങൾ? അറിയാം. ഇതാണോ നോക്ക്. അല്ല. ഇതാണോ? അല്ല. എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നേ? എന്തിനാ ഇവിടെ വന്ന് കിടന്നേ? എടാ, നൈറ്റ് ഡ്യൂട്ടി അല്ലേ? ഡസൻ കണക്കിന് ബോഡിയല്ലേ വന്നത്. അതൊക്കെ അടുക്കി വെക്കുമ്പോഴത്തേക്കും ഒരുപാട് തളർന്നു പോയി മോനെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ പിന്നെ മോർച്ചറിയിൽ ജോലി ചെയ്യുന്നവൻ ഹോട്ടൽ ലീ മെറീഡിയനിലാണോ റൂം എടുക്കുന്നത്? അതിരിക്കട്ടെ, എങ്ങനെയാടാ നിന്റെ ഫാമിലി മരിച്ചത്? ഫാമിലി ബിസിനസ്സിനിടയ്ക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തോന്ന് ഫാമിലി ബിസിനസ്? നല്ല നാടൻ ബോംബ് ഉണ്ടാക്കുന്ന പണിയായിരുന്നു. നാടൻ ബോംബ് ഉണ്ടാക്കലാണോ നിന്റെ ഫാമിലി ബിസിനസ്? ശരി, എന്താ സംഭവിച്ചത്? ഫാമിലി ആയിട്ടിരുന്ന് നാടൻ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഫോർമുലയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി ഇങ്ങനൊക്കെ ആയി പോയതാ സാറേ. റോക്കറ്റ് ഗവേഷകന്റെ റേഞ്ചിൽ ഫോർമുല ഒക്കെ വെച്ചാണോ നിങ്ങൾ നാടൻ ബോംബ് ഉണ്ടാക്കുന്നത്? അതുകൊണ്ടാണ് ഇങ്ങനെ ഭിക്ഷക്കാരനെ പോലെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടി വന്നത്. കുറച്ചുകൂടെ ബോഡി കിടപ്പുണ്ട്, നോക്കുന്നോ? വാ പേടിക്കണ്ട. എടാ, ഇതിന്റെ ഷട്ടർ ഒന്ന് പൊക്കിക്കേ. ഈ മുഖം ഒന്ന് ഇവനെ കാണിച്ചേ. ആരാടാ ഇത്? ചേച്ചി, പഞ്ചായത്ത് ചേച്ചി എന്നെ വിട്ടു പോയോ ചേച്ചി? കഞ്ചാവ് ചേച്ചിയോ? ഓഹോ, അപ്പൊ ഇത് നിന്റെ ചേച്ചിയല്ലേ? എനിക്ക് ആദ്യം കഞ്ചാവ് കൈവച്ച് തിരുമി എങ്ങനെ വലിക്കണമെന്ന് പഠിപ്പിച്ചത് ഈ ചേച്ചിയാ. കഞ്ചാവ് ടീച്ചറാ അല്ലേ? അതെ സാറേ. ഇതാരാന്ന് നോക്കിയേ. എന്നെ വിട്ടു പോയാ വല്യപ്പാ. ചെറുപ്രായത്തിലെ പോയാ വല്യപ്പാ. വല്യപ്പൻ എങ്ങനെയാണ് ചെറുപ്രായത്തിൽ പോകുന്നത്? കറക്റ്റ് സമയത്തിന് തന്നെ പോയിരിക്കുന്നത്. ചുമ്മാ ഒരുപാട് കരയുന്നല്ലോ. വല്യപ്പൻ എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമില്ലാതിരിക്കുമോ സാറേ? ചെറുപ്പത്തിലെ എന്റെ കയ്യെ പിടിച്ച ആളല്ലേ സാർ? അതെന്താ, കണ്ണു കാണാൻ പാടില്ലേ? അല്ല സാർ. പിന്നെന്തിനാ നടക്കാനാണോ? അല്ല പിന്നെ എന്തുവാടാ പറഞ്ഞു? എത്ര വല്ല പൂട്ടാണെങ്കിലും എങ്ങനെ തുറക്കണമെന്ന് പറഞ്ഞു തന്ന ആളാണ് സാറേ. എന്നെ വിട്ട് പോയല്ല മാവാ. ഇത് അമ്മാവനല്ലേ? എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാ മതി, നെടുന്തോട് പോലെ വന്ന് നിൽക്കാൻ നിന്റെ അമ്മാവൻ എന്താ മരമാണ്? അല്ല സാറേ, ഒരേ ഒരു ചെറിയ ക്വാർട്ടർ മേടിച്ചു കൊടുത്താൽ മതി. എത്ര വലിയ അടിപൊളി പീസിനെ റൂമിൽ കൊണ്ടു തരും. ആ അമ്മാവനാണോടാ ഇവൻ?
ഫാമിലി ആണോടാ ഇത്? ഫാമിലി ആണോ? ഒന്ന് കഞ്ചാവ് കേസ്, ഒന്ന് പൂട്ട് തുറക്കുന്നു, ഒന്നിനാണെ കൂട്ടിക്കൊടുക്കും. മോർച്ചറിയിലെ ശവത്തിനേക്കാളും നിന്റെ ഫാമിലി അവിടെ മാറുന്ന. എന്റെ ബിപി നീ കയറ്റി, ഇനി ക്ഷമിക്കുന്നില്ല. തുറന്നടിച്ചേക്കാം. വയ്യടാ എനിക്ക്. പഴയതുപോലെ ഒന്നും ഇല്ലല്ലോടാ. സാധനത്തിനൊരു കടുപ്പം ഇല്ലല്ലോ. പകുതി കുടിച്ചിട്ട് കട്ടൻ ചായ ഒഴിച്ചു വെച്ചിരിക്കുമെന്നാ തോന്നുന്നു. ഇന്നോടെ വെള്ളമടി നിർത്തി പോ. സാറേ അത് കളഞ്ഞിട്ട് ഇത് കുടിച്ചു നോക്ക്. ശരീരത്തിൽ വലിച്ചെടുത്തോ? നിന്റെ ജീവൻ പോവും. പറയുന്നത് കേക്ക്. വേണ്ട, എടാ മോനെ, ഗ്ലൂക്കോസിനൊരു വല്ലാത്ത കടുപ്പം. ഗ്ലൂക്കോസ് അല്ല സാറേ, പിന്നെ എന്തുവാടാ? ചാരായമാണോ അതിനകത്ത് ഒഴിച്ച് കയറ്റുന്നത്? എന്തിനാ? ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരാഹാരവും വായിക്കൂടെ കഴിക്കാൻ പാടില്ല. പിന്നെ എതിലെയാണോ നീ കഴിക്കുന്നത്? സാറേ ഞരമ്പിക്കൂടാ സാറേ. അത് ശരി. അപ്പൊ അതാണ് നിന്റെ പണി. ഒരു കാര്യം, സംഗതി കൊള്ളാം, പക്ഷെ കുറച്ച് കയ്പുണ്ട്. തല കറക്കം വരുന്ന പോലെ. എന്റെ സാറേ പല്ലിയുടെ വാലിട്ട് കഴിഞ്ഞാ പിന്നെ കഴിക്കാതിരിക്കും. പല്ലി വാലോ? അതെ സാറേ. പല്ലി വാല് പല്ലി വാല് പല്ലി വാല്